വളാഞ്ചേരിയിൽ തണ്ടിത്തിരിയൽ കഴിഞ്ഞിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് പെരിന്തൽമണ്ണ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് ഞാനും പൂജിട്ടും കൂടെ കേട്ടോ. കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട്. ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, അതും കൂടെ പറയട്ടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടി പിന്നെ ഈ ഒരു കാര്യത്തിന് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവൻ അന്തസ്സായിട്ട് പറഞ്ഞു ഞാനില്ല എന്നുള്ളത്. വളാഞ്ചേരി എത്തി വേഗം ഒരു ചായയും വടയും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ അങ്ങനെ കാര്യമായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സാറ്റർഡേ സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. വെച്ച് പിടിക്കുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, അടിപൊളിയാണ്, ഞാൻ ഫോളോവർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആരെങ്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ ഒരുപാട് ഹാപ്പി ആവാറുണ്ട്. നമ്മളിതാ വളാഞ്ചേരി അല്ല പെരിന്തൽമണ്ണ എത്തി. എപ്പോഴും വളാഞ്ചേരി എന്നാണ് നാവല് വരുന്നത്. പെരിന്തൽമണ്ണയിൽ മാർക്കറ്റ് സിറ്റിയിലേക്കാണ് കേട്ടോ. ശരണ്യൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ക്ലാസ്സിന് വിട്ടിട്ടാണ്, അല്ല ഒരു ഓഫ് ഡേ ആണ് കേട്ടോ, ശനി ഞായറല്ല സോറി. അപ്പോൾ പിള്ളേരൊക്കെ ക്ലാസ്സിന് വിട്ടിട്ടാണ് അവളും വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കയറിയതേ ഓർമ്മയുള്ളൂ. കന്നിനെ കൈ കാണിക്കാന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥ കയറിയപ്പോൾ ഏതിലെ കയറേണ്ടതെന്ന് അറിയില്ല. കോസ്മെറ്റിക്സ് ആണോ, അതാണോ ഇതാണോ, ചപ്പലാണോ ഡ്രസ്സാണോ, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കാര്യമായിട്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ പിന്നെ ഒന്നും പറയേണ്ടതുണ്ടായിരുന്നില്ല. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ എപ്പോഴും ഈ ടോപ്പ് കാര്യങ്ങൾ മാത്രമല്ലേ ഇടാറുള്ളൂ. എനിക്ക് അതിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു കാപ്പി കളർ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് ഇതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനകത്ത് ഇടാനുള്ള ആ ഒരു ക്രീം കളർ പോലത്തെ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത സാധനങ്ങൾ ബില്ല് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പ്രാവശ്യം പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഇതില്ലേ നോക്കണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ പോയതായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ശരണിക്ക് ചെരുപ്പ് നോക്കണം പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിലയായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ഒരു കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ലിപ്സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജയും ഞാനും ആണെങ്കിലും അവിടെ ഒന്ന് സ്റ്റെക്കായി പോകും. പിന്നെ ഈ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ധൈര്യം തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പെട്ട പാട് എനിക്ക് എക്സ്കലേറ്റർ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ശരണ്യ കൈ പിടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളൊരു വെള്ളം കുടിച്ചു. ഭയങ്കരമായിട്ട് ഇതായിക്കുണ്ടായിരുന്നു കേട്ടോ. വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ബസ്സിൽ കയറിയതിൻ്റെ ഒരു തലവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ കയറുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ.